ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാട്ടോ. നല്ലൊരു വെയിലൊക്കെ കണ്ടുകൊണ്ട് വണ്ടിയൊക്കെ കഴുകാനായിട്ട് രണ്ട് സുന്ദരന്മാരും അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ അവർ ക്ലീൻ ചെയ്യട്ടെ. ഞാൻ ആ സമയത്ത് പെട്ടെന്ന് തന്നെ റെഡി ആവാൻ വേണ്ടി പോയേക്കാണ്. ഇന്ന് നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. 3rd മന്തിൻ്റെ സ്കാനിങ് ഉള്ള ദിവസമാണ്. NT സ്കാനാണ് കേട്ടോ. അപ്പോൾ കുറച്ച് സീരിയസ് ഒക്കെ ആയിട്ട് കാണണ്ടേ, കുറച്ച് ടൈമൊക്കെ എടുത്ത് ചെയ്യുന്ന സ്കാനാണല്ലോ. പിന്നെ സോയ്ക്കുട്ടി അവിടെ ഉണ്ട് കേട്ടോ. അവൾ ഉറങ്ങണ കാരണം ഞാൻ നല്ലപോലെ ശല്യം ചെയ്യുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സോയ്ക്കുട്ടീനെയും കൊണ്ടാണ് വന്നേക്കുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പെട്ടെന്ന് തന്നെ റെഡിയായി നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതങ്ങോട്ട് മറന്നങ്ങോട്ട് പോയി എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ ശരി. പിന്നെ ഓർക്കുന്ന സമയത്ത് ഇതുപോലെ വലിച്ചു വരെ എന്തൊക്കെയോ എടുത്ത് കൂട്ടുന്നുണ്ട്. സ്കാനിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കഴിയുമ്പോൾ കുറേയൊക്കെ വർത്താനം പറഞ്ഞ് ഇരിക്കുമ്പോഴേക്കും നമ്മുടെ പേര് വിളിക്കുമ്പോൾ ടെൻഷൻ വീണ്ടും വീണ്ടും കൂടും കേട്ടോ. അങ്ങനെ പേരൊക്കെ വിളിച്ച് നമ്മളിങ്ങനെ സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് ഡോക്ടറൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ ടാബ്ലറ്റ്സ് ഒക്കെ ഉണ്ടാവും, അയണും കാൽസ്യം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഡോക്ടർ അവിടെ നിന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളത് ഫാർമസി പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് വിട്ടു പോകുന്നതാണ് കാണുന്നത്. ഈ ഒരു പ്രൊസീജിയേഴ്സ് എത്തുമ്പോഴേക്കും ഞാൻ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഇരുന്നാൽ മതി, അതെല്ലാം വാങ്ങിക്കൊണ്ടൊക്കെ വന്നോളൂ കേട്ടോ. പിന്നെ ഞാൻ ക്യാമറയൊക്കെ പിടിച്ചുകൊണ്ട് നേരെ പോകുന്നുണ്ട്. കാരണം നമ്മുടെ ആ ഒരു ടെൻഷനൊക്കെ കഴിഞ്ഞ സമയത്ത് നമ്മളും ആ സമയമൊക്കെ ആകുമ്പോഴേക്കും ഒന്ന് ആക്റ്റീവ് ആവുമല്ലോ. അങ്ങനെ റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഡോക്ടറെ കാണിച്ചു. അൽഹംദുലില്ലാ. അങ്ങനെ ഫാർമസിയിൽ നമ്മൾ ടോക്കണൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കിയിരിക്കണം കേട്ടോ. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മ വട്ടുപിടിക്കും. അപ്പം ഇവിടെ ഇരുന്ന് നമ്മളിങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ആ ടോക്കൺ നമ്പർ വിളിക്കുന്നവരെയും വെയിറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. നല്ല തിരക്കായിരിക്കും. അപ്പോൾ കുറേ സമയം അവിടെ അങ്ങനെ ഇരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒന്നും ശ്വാസം നേരെ പോകുന്നൊരു സമയം ഇതാണ്. അതുകൊണ്ട് ഈ സമയത്താണ് ഞാൻ കൂടുതൽ വീഡിയോ ഒക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അങ്ങനെ ടാബ്ലറ്റ്സൊക്കെ കിട്ടി നമ്മൾ പിന്നെ വിട്ടു പോരുകയാണ്. ഇനി ഇവിടുന്ന് എങ്ങനെയും ഒന്ന് പുറത്തോട്ട് ചാടിയാൽ മതി. എനിക്ക് പിന്നെ നമ്മുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിലൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അകത്തോട്ട് കയറുമ്പോൾ തന്നെ സ്മെല്ലും എന്താ പറയുക, എനിക്കങ്ങനെ എന്താ പറയുക, ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. അപ്പോൾ ഒന്ന് ഇറങ്ങുന്നവരെ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല. അതിൻ്റെ കൂടെ ഈ ഒരു 3rd 4th മന്തൊക്കെ കഴിയുന്നവരെയും കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ക്ഷീണമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മൊത്തത്തിലൊരു ഇറിറ്റേഷനും പിന്നെ ഈ ഹോസ്പിറ്റലിൻ്റെ സ്മെല്ലും എല്ലാം കൂടെ ആകുമ്പോൾ ഭയങ്കര ഇതാണ്. അപ്പം പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ചാടാനാണ് നോക്കുന്നത്. നമ്മുടെ അത്യാവശ്യം പരിപാടികളൊക്കെ ഇന്നത്തെ കഴിഞ്ഞുണ്ട്. ഇനി റിസപ്ഷനിലൊക്കെ പോയിട്ട് നെക്സ്റ്റ് ചെക്കപ്പ് ഡേറ്റ് കാര്യങ്ങളൊക്കെ തന്നേക്കുന്നതുകൊണ്ട് അതൊക്കെ ഒന്ന് ബുക്ക് ചെയ്യണം. നമ്മൾ ടോക്കണൊക്കെ എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണാനുള്ള OPയിൽ സീറ്റൊക്കെ എടുത്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഹെൽപ്ഫുള്ളായിരിക്കും. അതുകൊണ്ട് അങ്ങനെ അതൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പിന്നെ തിരികെ പോരുന്നത്. നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. എനിക്ക് പിന്നെ വണ്ടി കയറി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എങ്ങനെയും വണ്ടി നല്ല സ്പീഡിൽ അങ്ങോട്ട് വിട്ടു പോകണം എന്ന് മാത്രമേ ഉള്ളൂ. അരിച്ചരിച്ച് പോകരുത്, അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് വരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഭയങ്കരമായിട്ട് AC ഒക്കെ ഇട്ട് പോകുന്നതിനോട് വലിയ താല്പര്യമില്ല. അല്ലാണ്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് നമ്മളങ്ങനെ പോകുകയെന്നുണ്ടെങ്കിൽ നല്ല ഇഷ്ടമുള്ള കാര്യമാണ്. എത്ര സമയം വേണമെങ്കിലും യാത്ര ചെയ്യാൻ എനിക്ക് ഓക്കെയാണ് കേട്ടോ. അങ്ങനെ വരുന്ന വഴി കരിക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെ വീട്ടിലെത്തിയ സീനൊന്നും ഞാനങ്ങനെ എടുത്തില്ല. കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് റെസ്റ്റ് എടുത്തു. നമുക്ക് അറിയാലോ. പിന്നെ അടുത്ത ദിവസം ആയി കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മാമിമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവിടെ നിന്നുള്ള കുറേ പലഹാരങ്ങളും കുറേ ഇവിടെ വന്നിട്ട് കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ആയിട്ടാട്ടോ അവർ വന്നേക്കുന്നത്. രണ്ടുപേരും തനിയെ ബസ്സൊക്കെ കയറി ഇങ്ങനെ വന്ന് കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായി പോയി. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഇങ്ങനെ വന്നേക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, പിന്നെ അവിടുത്തെ ഓരോ ചടങ്ങുകളൊക്കെ എല്ലാവർക്കും തന്നെ അറിയായിരിക്കുമല്ലോ. അപ്പോൾ ഒത്തിരി പലഹാരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ അവർ നമ്മുടെ ഇവിടെ ഇല്ല കേട്ടോ. അഞ്ചാലെ വീട്ടിലോട്ട് പോയി. വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പയുടെ വക കുറേ ഫ്രൂട്ട്സും കാര്യങ്ങളും അതങ്ങനെ വേറെ രണ്ട് വാപ്പയുടെ കൂടെ മാമിമാരെ അങ്ങോട്ടേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മൾ പലഹാരങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ്. എല്ലാം തന്നെ ഞാൻ ഫസ്റ്റ് തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്കങ്ങനെ പലഹാരത്തോടൊന്നും വലിയ ഇതൊന്നും ഇല്ല കേട്ടോ. എന്നാൽ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാം തന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം നല്ല അടിപൊളിയായിരുന്നു. അങ്ങനെ പെട്ടിയൊക്കെ പൊടിച്ച് പലഹാരത്തിന് എല്ലാത്തിൻ്റെയും പുറത്തെടുത്തുണ്ട്. കാറ്റൊക്കെ കയറാണ്ട് വേറെ ഒരു ഡപ്പയിലൊക്കെ ഇട്ട് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചുമ്മാ ഇരിക്കണേ എനിക്ക് കുറച്ച് നാളത്തേക്ക് കഴിക്കാനൊക്കെയുള്ള പലഹാരങ്ങളൊക്കെ ആയി. പിന്നെ കുറച്ച് ഫാമിലീസിലും അടുത്തുള്ളവർക്കും അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നട്ട്സ് അങ്ങനെയൊക്കെ എന്തൊക്കെയോ ഐറ്റംസൊക്കെ കുറേ ഉണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൊടുക്കാനുള്ളതും നമ്മൾക്ക് ഇവിടെ എടുത്ത് വെക്കാനുള്ളതും. അങ്ങനെ നമ്മുടെ 3rd മന്ത് സ്കാനിലെ ചെറിയ ടെൻഷനും അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിട്ടാണ് കേട്ടോ പോയത്. പിന്നെ 1.5 മാസത്തിലെ സ്കാനിങ്ങിൽ നമ്മൾ ഹാർട്ട് ബീറ്റൊക്കെ വന്നു എന്നൊക്കെ അറിഞ്ഞ് ഭയങ്കര സന്തോഷമായിട്ടും ഭയങ്കര എക്സൈറ്റ്മെൻറ്റൊക്കെ ആയിട്ടും പോകുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെ ഇത് 2ാമത്തെ സ്കാനിങ് ആയതുകൊണ്ട് തന്നെ ഭയങ്കര ടെൻഷനായിരുന്നു കേട്ടോ. ഇതിൽ കുറേ കാര്യങ്ങളൊക്കെ നോക്കുമെന്നൊക്കെയല്ലേ പറയുന്നത്. പിന്നെ 5th മന്തിലെയും അങ്ങനെ തന്നെയാണെന്ന് കേട്ട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ എന്തായാലും നല്ലപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഒരു മൊമെൻ്റ് ആണല്ലോ ഹാർട്ട് ബീറ്റൊക്കെ ഇങ്ങനെ കേൾപ്പിച്ച് തരുന്നത്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സിറ്റുവേഷനൊക്കെ സ്വന്തമായിട്ട് ഇങ്ങനെ അനുഭവിക്കുമ്പോഴല്ലേ അതിൻ്റെ ഒരു ഡെപ്തൊക്കെ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും ഡോക്ടറെ കണ്ട് റിപ്പോർട്ടൊക്കെ കാണിച്ചിറങ്ങിയപ്പോഴൊരു ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതിങ്ങനെ എന്താ അതിനകത്ത് വാക്കുകളിലൊന്നും നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ 3rd മന്തിലെ വിശേഷങ്ങളൊക്കെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.